ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദുവിനെ അഹങ്കാരി എന്നും പറഞ്ഞ് വിളിച്ച് വേണു വലിയ ഷോ ഇറക്കിയപ്പോഴത്തേക്കും അതെ നന്ദുവേ അഹങ്കാരി പെണ്ണൊന്നും അല്ല, ഒരുത്തി നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ, അവളെ പോയി വിളിച്ചാൽ മതി കേട്ടോ. അനന്തപുരി തറവാട്ടിലേക്ക് വന്നൊരുത്തി ഇല്ലേ, അവളെ പോയി വിളിക്കാൻ പറഞ്ഞു. വേണു ഒന്ന് ചൂളി ഇങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നെ ഇയാൾക്കൊന്നും പറയാൻ പറ്റിയില്ല. അവൾ ചെയ്ത തെറ്റെന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന് നയന ഇയാളോട് പറഞ്ഞു. എൻ്റെ അമ്മായിയമ്മ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ICUയിൽ കിടന്നപ്പോൾ അതിന് കാരണക്കാരി ഞാനാണെന്ന് നിങ്ങളും നിങ്ങളുടെ മകളും ഭാര്യയും ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു പരത്തി. ഞാൻ ചേച്ചിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പാല് കുടിച്ചിട്ടാ എൻ്റെ അമ്മായിമ്മ ഹോസ്പിറ്റലിലായതെന്ന് ഞങ്ങളുടെ ശത്രുക്കൾക്കൊപ്പം നിന്ന് നിങ്ങൾ വാദിക്കുകയും ചെയ്തു. എന്നാലേ ഞാൻ കാച്ചി വെച്ചിരുന്ന പാല് ആദർശേട്ടൻ്റെ അമ്മ കുടിക്കുന്നതിന് മുൻപ് ചിലതൊക്കെ അവിടെ സംഭവിച്ചു എന്ന് നമ്മുടെ നയന് പറയുമ്പോൾ വേണു അന്തം വിട്ട് നോക്കുക. എൻ്റെ ചേച്ചിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം അതിൽ വിഷം കലർത്തിയതാണെന്നും അതാരാണെന്ന് നിങ്ങൾക്കറിയാവല്ലോ എന്ന് നമ്മുടെ നയന പറയുമ്പോൾ അതിനെന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചു ഈ വേണു. മിക്ക കേസിനും തെളിവൊന്നും കാണില്ല ആദ്യം, പിന്നെ തെളിവ് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ എന്ന് നവ്യയും പറഞ്ഞു. ഞങ്ങളാരും കൂടെ താമസിക്കുന്നവരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നവരല്ലെന്നും പിന്നെ എന്നാൽ ഞങ്ങളെ കൊല്ലാനും ആ വീട്ടിൽ നിന്ന് പുറത്താക്കാനും നിങ്ങളുടെ മോള് വന്ന നാൾ മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നയനയും പറഞ്ഞു. അവളെ സഹായിക്കാനായിട്ട് നിങ്ങൾക്കൊപ്പം അവിടെയും കുറച്ച് പേരുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് പറയുമ്പോൾ നിന്റെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ട് ഓരോന്ന് സംഭവിക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കരുതേ എന്ന് വേണു. അങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പോലീസ് ജീപ്പ് അങ്ങോട്ടേക്ക് വരുന്നതും അതിൽ നിന്ന് നന്ദു ഇറങ്ങുന്നതും. നന്ദുവിനെ കണ്ടപ്പോഴേക്കും ചേച്ചിമാരുടെ ചങ്ക് തകർന്നു പോയി. പക്ഷെ വേണു ഇത് കണ്ട് ആസ്വദിച്ചങ്ങനെ നിൽക്കുക കേട്ടോ. വേണുവിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ വേണു ആണെങ്കിൽ ഇങ്ങനെ നോക്കുന്നത് നമ്മുടെ നന്ദു കാണുകയും ചെയ്തു. നയനയും നവ്യയും കൂടെ ഓടി എന്നിട്ട് നന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. മോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇന്ന് കോടതി വിധി എന്താകുമെന്ന് അറിയില്ല, ഏതായാലും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കാനായിട്ട് നന്ദു ഇങ്ങനെ ഇവരോട് പറയുക. അവരോടത് പറഞ്ഞിട്ട് നേരെ നോക്കുന്നത് വേണുവിനെയാണ് നന്ദു. വേണുവിനെ അടിപൊടി നോക്കി. എന്നിട്ട് നേരത്തെ എത്തിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ വിധി എതിരാകുന്നത് കാണാൻ വന്നതാണെന്ന് നവ്യ പറയും കേട്ടോ. ഈ കേസ് എങ്ങനെയാ ഉണ്ടായതെന്ന് ഏതാണ്ടൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് നമ്മുടെ നന്ദു. ഞാൻ SI ആകുന്നത് പലർക്കും പേടിയാണ് നൈനേച്ചി, അതിനെ തടയാനാ അവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും നന്ദു അവിടെ നിന്ന് പറയുമ്പോൾ ബാ പോകാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സാറ് നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് പോകുക. അപ്പം പേടിക്കേണ്ട, എന്തു വന്നാലും അത് താങ്ങാനുള്ള കരുത്ത് എനിക്കുണ്ട് ചേച്ചി. എൻ്റെ ചേച്ചിമാർ അച്ഛനെയും അമ്മയെയും സമാധാനിപ്പിച്ചാൽ മതിയെന്നും പറഞ്ഞ് നന്ദു ഇവർക്ക് ധൈര്യം കൊടുത്തിട്ട് പോലീസുകാരുടെ കൂടെ അകത്തേക്ക് കയറി പോവുക. നന്ദുവും പോലീസും അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യ നയനയും കൂടി ഇയാളെ അടിമുടി ഒന്ന് നോക്കി. അത് കഴിഞ്ഞ് അവരും അകത്തേക്ക് കയറിപ്പോയി. ഇന്ന് ഈ കോടതി മുറ്റത്ത് വെച്ച് തന്നെ ഞാൻ കാണും അവളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ച എന്നും പറഞ്ഞുകൊണ്ട് ചേട്ടൻ അവിടെ ഇങ്ങനെ വളരെ പ്രതീക്ഷയോടെ നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് കോടതിയും കോടതിയുടെ അകവും അവിടെ ജഡ്ജി വന്നിരിക്കുന്നു. അതിനുശേഷം പിന്നെ അവിടെ പബ്ലിക് പ്രോസിക്യൂട്ടറും മറ്റെല്ലാവരും വന്നു. പിന്നെ നമ്മുടെ നന്ദുവിനെയും കൊണ്ട് SI സാർ അങ്ങോട്ടേക്ക് വന്നു. നയനയും നവ്യ ഇങ്ങനെ പ്രാർത്ഥനയായിട്ട് അവിടെ ഇരിക്കുക കേട്ടോ. ഈ സമയത്താണെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കാര്യങ്ങളെല്ലാം നന്ദുവിനോട് ചോദിക്കുവാണ്. മുടി മുറിച്ചതിനെ പറ്റിയും ജീവിതശൈലികളെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്തിനും ഏതിനും ചാടിക്കയറി പ്രതികരിക്കുന്ന ആളാണോ കുട്ടിയെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ പ്രതികരിക്കുന്ന ഒരു ശീലം കുട്ടി കാലം തൊട്ടേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കളരിയാണോ എന്ന് ചോദിച്ചു. കളരി അറിയാമെന്ന് പറഞ്ഞു. കരാട്ടയും വശമുണ്ടെന്ന് പറഞ്ഞു. ബ്ലാക്ക് ബെൽറ്റ് ആണെന്ന കാര്യവും പറയുമ്പോൾ അവളുടെ ഒരു കരാട്ടയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വേണു അവിടെ കേട്ടോ. അപ്പോൾ ഈ കളരിയും കരാട്ടയും ഒക്കെ പൊതുനേരത്തിൽ നടന്നു പോകുന്നവരെ തല്ലാനുള്ള ലൈസൻസ് ആണെന്നോ ഇതൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് ആരെങ്കിലും പറഞ്ഞു തന്നായിരുന്നോ? പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരാരെങ്കിലും എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ അങ്ങനെ ആരും പറഞ്ഞൊന്നും തന്നിട്ടില്ല എന്നും ഞാൻ കാരണമില്ലാതെ ആരെയും തല്ലാറുമില്ല എന്ന് നമ്മുടെ നന്ദു പറഞ്ഞു. ഓ അപ്പോൾ ഇപ്പം തല്ലിയത് എന്താ എന്ന് വക്കീൽ ചോദിച്ചപ്പോൾ നമ്മുടെ നന്ദു ഒന്ന് പരിഭ്രമിച്ചു. ശരവണൻ എന്ന ചെറുപ്പക്കാരൻ്റെ ദേഹത്ത് ഒരു കാരണവും കൂടാതെയല്ലേ താൻ കൈവച്ചതെന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലുമല്ല, അതിന് വ്യക്തമായ കാരണമുണ്ട് സാറെന്ന് നന്ദു പറയുക. അതിനുശേഷം നന്ദു ജഡ്ജിയോട് ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ നന്ദു പറയുന്നു. നന്ദു അവന് അടിച്ചതിൻ്റെ ആ ഒരു ഇതും പറയുന്നു. അപ്പോൾ പൊതുനേരത്തിൽ വെച്ച് ഒരു പെൺകുട്ടിയോട് മനഃപൂർവ്വം മോശമായി പെരുമാറിയാൽ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല സാർ എന്ന് നമ്മുടെ നന്ദു പറയുക. ഇതൊക്കെ ജഡ്ജി അവിടെ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവർക്കിടയിലേക്ക് കടന്നു ചെന്നത് അയാളെ തല്ലിയതെന്നുള്ള കാര്യവും നന്ദു അവിടെ പറഞ്ഞു. അപ്പോഴേക്കും ഈ വന്ന ആ ചെറുക്കനും പെണ്ണും ആ റോട്ടിൽ വെച്ച് നന്ദു ഇടി കൊടുത്ത ചെറുക്കനും ആ പെണ്ണും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നന്ദന ബിസിനസ്
എന്തെങ്കിലും എക്സാം എഴുതിയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ എഴുതിയെന്ന് പറഞ്ഞു. ഞാൻ ലിസ്റ്റിലുണ്ട്, ട്രെയിനിങ്ങിന് പോകാനിരിക്കുമായിരുന്നു, ആ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്ന് നന്ദു അങ്ങനെ പറയുക. അപ്പം ട്രെയിനിങ്ങിന് പോകുന്നതിന് മുന്നേ പ്രാക്ടീസ് നടത്തിയതാണല്ലേ, വഴിയിൽ കൂടെ പോകുന്ന ചെറുപ്പക്കാരൻ്റെ നെഞ്ചത്ത് അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞതാണല്ലോ സാർ എന്ന് നന്ദു ഇയാളോട് ഇങ്ങനെ പറയുമ്പോൾ, യുവർ ഓണർ, പോലീസ് ട്രെയിനിങ്ങിന് പോകേണ്ട പെൺകുട്ടിയാണ് നന്ദനയെന്നും ഒരു പോലീസ് ഓഫീസർ ആകേണ്ട പെൺകുട്ടി, അങ്ങനെ നിയമപാലകരാകേണ്ട നന്ദന എന്ന പെൺകുട്ടി ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ സത്യവിരുദ്ധമാണെന്ന് തെളിയിക്കാൻ വേണ്ടി എനിക്കൊരു സാക്ഷിയെ വിസ്തരിക്കാൻ അനുമതി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ദേ നമ്മുടെ പ്രോസിക്യൂട്ടർ ആ പെണ്ണിനെയും ചെറുക്കനെയും വിളിക്കുവാണ്. അങ്ങനെ പെണ്ണിനെ വിളിച്ചപ്പോൾ ഇവളെ ആള് ഇവൾക്ക് വേണ്ടി അന്ന് നന്ദുവിന് പ്രതികൂട്ടി നിൽക്കേണ്ടി വന്നതെന്നും പറഞ്ഞ് നവ്യ പറയാം. അപ്പം നീ പോയി തൻ്റെ ഇടത്തോടെ കള്ളമൊഴി കൊടുക്കുമോളെ എന്നും പറഞ്ഞു വേണു അവിടെ അങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് ആ പെണ്ണ് വന്ന് അവിടെ ഇങ്ങനെ നന്ദുവിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ നന്ദു ആ പെണ്ണിനെ നോക്കുമ്പോൾ നന്ദന പറഞ്ഞതൊക്കെ രേണുക കേട്ടല്ലോ. ആ സംഭവം കേസായപ്പോൾ രേണുക പോലീസിനോട് കള്ളം പറഞ്ഞതാണോ എന്ന് ചോദിച്ചു ഈ വക്കീൽ. അയ്യോ ഒരിക്കലും ഇല്ല സർ, എന്നെ ശരവണൻ എന്നയാൾ ഒരിക്കലും ശല്യം ചെയ്തിട്ടില്ല എന്ന് ആ പെണ്ണ് മുഖത്ത് നോക്കി നോണ പറയുക. അപ്പോഴേക്കും വേണു ഇങ്ങനെ നോക്കി ഇങ്ങനെ ചിരിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് അയാളെ യാതൊരു പരിചയവും ഇല്ല, വഴിയിലൂടെ പോയ അയാളെ ആ നിൽക്കുന്ന പെൺകുട്ടി അവളുടെ ദേഷ്യം തീരുന്നത് വരെ തല്ലുകയായിരുന്നു എന്ന് നോണ ഈ പെൺകൊച്ച് പറഞ്ഞു കൊടുക്കുക. അത് കേട്ട് നന്ദു ഒരു അന്തം വിട്ടു. അപ്പം നയനയും നവ്യ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. ആ സമയത്താ സത്യം പറഞ്ഞ ഞാൻ ശരവണനെയും ആ പെൺകുട്ടിയെയും ആദ്യമായിട്ട് കാണുന്നതെന്ന കാര്യമൊക്കെ ഈ പെണ്ണ് നോണ പറഞ്ഞു കൊടുത്തപ്പോൾ ശരിയെന്നും പറഞ്ഞു വക്കീല്. ഇതൊക്കെ ജഡ്ജി അവിടെ എഴുതി വെക്കുന്നു. അപ്പോൾ കാരണമില്ലാതെ ഒരു പെൺകുട്ടി അങ്ങനെ ആരുടെയെങ്കിലും ദേഹത്ത് കൈവയ്ക്കുമെന്ന് ചോദിച്ചപ്പം ഞാൻ അതിനെപ്പറ്റി ചോദിച്ചു. അതിന് വ്യക്തമായ മറുപടിയൊന്നും ആ പെൺകുട്ടി എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞു. നന്ദുവിന് കലി വരുന്നുണ്ട്. എനിക്ക് തല്ലണമെന്ന് തോന്നി തല്ലി, അതിൽ നീ ഇടപെടണ്ടെന്നാ ആ സമയത്ത് ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞതെന്നൊക്കെ ഈ പെണ്ണ് നുണ പറയുമ്പോൾ നന്ദു വാ പൊളിച്ച് നിൽക്കുക. നന്ദുവിൻ്റെ നോട്ടം കണ്ട പെണ്ണിന് പേടിയായി. അപ്പോൾ ദേ എന്നെ നോക്കുന്ന നോട്ടം കണ്ടില്ലേ സാർ എന്നും പറഞ്ഞുകൊണ്ട് ആ പെങ്കൊച്ച്, ഇതുപോലെ ക്രിമിനൽ മൈൻഡുള്ള പെൺകുട്ടികൾ പുറത്തിറങ്ങി നടന്ന ഞാനിപ്പോൾ ഇവിടെ വന്ന് മൊഴി തന്നതുകൊണ്ട് എന്നെയും വെറുതെ വിടത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് ഇങ്ങനെ പറയുക. ഈ സമയത്ത് നന്ദുവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ശരവണനെ പോലെ ആരോഗ്യമുള്ള ഒരാളെ തല്ലിയവൾക്ക് എന്നെ പോലുള്ള ഒരു പെൺകുട്ടിയെ തല്ലാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവത്തില്ല, അത് ആ കുട്ടി ചെയ്യുകയും ചെയ്യുമെന്നും പറഞ്ഞ് ആ പെണ്ണ് നല്ലവളായി ചമഞ്ഞിങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് യുവർ ഓണർ, ദേ ഈ കേട്ടതാണ് ശരിക്കും പറഞ്ഞാൽ സത്യം. കളരി പഠിച്ചാൽ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ഉള്ള നന്ദന എന്ന പെൺകുട്ടിക്ക് അവൾ പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാൻ ഒരു പക്ഷേ ഇതായിരിക്കും ഹോബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വക്കീൽ ഇങ്ങനെയൊക്കെ പറയുക. ഇതെല്ലാം കേട്ട് നമ്മുടെ നന്ദു ഇങ്ങനെ നിൽക്കുമല്ലേ. അതുപോലെ തന്നെ നമ്മുടെ മാരാർ വക്കീലും കരുത്തുള്ള ഒരാളെ തല്ലി ചതയ്ക്കുന്നത് പോലെയാണ് ശരവണൻ എന്ന ചെറുപ്പക്കാരനെ നന്ദന എന്ന പെൺകുട്ടി തല്ലി വശം കെടുത്തിയതെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വക്കീൽ വാദിച്ച് ജയിക്കാനായിട്ട് നോക്കുക. അപ്പോൾ തല്ലുകൊണ്ട് നിലവിളിച്ച് അയാളെ താഴെയിട്ട് ചവിട്ടുകയായിരുന്നു ആ കുട്ടിയെന്നൊക്കെ പറഞ്ഞ് ഈ പെണ്ണ് വീണ്ടും വീണ്ടും നുണ പറഞ്ഞു കൊടുക്കണം. അത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ അവർക്കിടയിലേക്ക് കയറി ചെന്നതെന്നും പറഞ്ഞു. ആ നേരത്ത് എൻ്റെ നേരെയും കൈവീശിക്കൊണ്ട് ഈ പെൺകുട്ടി പാഞ്ഞടുക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ പെണ്ണ് നട്ടാ കുറുക്കാത്ത നുണയും പറഞ്ഞ് എല്ലാം സെറ്റാക്കി വെക്കുക കേട്ടോ. അപ്പോൾ യുവർ ഓണർ, ചില സാമൂഹ്യ വിരുദ്ധർ ആൾക്കാരെ തല്ലാറും കൊല്ലാറും ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല സംഭവിച്ചിരിക്കുന്നത്. തല്ലുകൂടാൻ ആളെ കിട്ടാതെ വന്നപ്പോൾ കണ്ണിൽ കണ്ട ഒരാളെ തല്ലുകയായിരുന്നു എന്ന കാര്യം ഇങ്ങനെ പറയുന്നു. അത് എത്രമാത്രം മാരകമായിരുന്നു എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ തല്ലുകൊണ്ട് എൻ്റെ കക്ഷിയെ എനിക്ക് വിസ്തരിക്കാൻ അനുമതി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ചെയ്തോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഇടി കൊണ്ടവനെ വിളിച്ചു. ഇടി കൊണ്ടവൻ വന്നിങ്ങനെ അയ്യോ കൈകൂപ്പിയൊക്കെ നിൽക്കുന്നതിൻ്റെ എന്തൊരു വിനയമാണോ മതി. നന്ദു ഇവനെയും ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇവൻ നന്ദുവിനെയും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ കേസ് നന്ദുമോട് തോറ്റു പോകും ചേച്ചി എന്ന് നയനെ പറയുക. അവൾ ജയിലിൽ പോകുമെന്നത് നമ്മൾ കാണേണ്ടി വരുമെന്ന് നയനെ പറയുമ്പം ഇല്ലയെന്നും പറഞ്ഞിരിക്കുക നവ്യ. അപ്പം ശരവണൻ അല്ലേ, അപ്പോൾ എന്താ ജോലിയെന്ന് ചോദിച്ചു. അപ്പോൾ മെക്കാനിക്കാണെന്ന് പറയും. ശരവണനെ തല്ലിയത് ഈ കുട്ടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറഞ്ഞു. എന്താ കാര്യം എന്ന് ചോദിച്ചു. ഒരു കാരണമില്ലാതെ വന്ന് തല്ലുകയായിരുന്നു എന്നേരം ഇയാളും പറയുക. അപ്പോൾ അന്നേ ദിവസം നന്ദൻ എന്ന പെൺകുട്ടിയെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പെരുമാറ്റം തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, ഒരിക്കലും ഇല്ല സാർ, ഞാൻ വെറുതെ റോഡിലൂടെ നടന്നു പോകുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ചുമ്മാ നുണ പറയും. ഇതൊക്കെ കേട്ട് വേണു ഇങ്ങനെ ഇരിക്കും കേട്ടോ തലയാട്ടിക്കണ്ട്. അപ്പോൾ എന്നെ ആ കുട്ടി ചുമ്മാ ഒരു കാരണമില്ലാതെ വന്ന് തല്ലുകയായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചു തല്ലിയില്ലേന്ന് ചോദിച്ചു. പെൺകുട്ടികളെ തിരിച്ചു തല്ലുന്നത് ശരിയല്ലല്ലോ സാർ. അത് മാത്രമല്ല പെട്ടെന്നുള്ള ആ പെൺകുട്ടിയുടെ ഒരു പെരുമാറ്റത്തിലെ ഞാൻ ആകെ ഞെട്ടിപ്പോവുകയും ചെയ്തു എന്നും പറഞ്ഞ് തല്ലുകൊണ്ട് അന്തം വിട്ട് നിന്ന് എന്നെ വീണ്ടും വീണ്ടും തല്ലുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഇങ്ങനെ നട്ടാക്കുരുക്കത്തെന്നോടെ പറയാം. ഇപ്പം ഇവിടെ സാക്ഷി പറഞ്ഞ കുട്ടിയില്ലായിരുന്നെങ്കിൽ ഈ പരുവത്തിൽ എനിക്കിങ്ങനെ ഇവിടെ വന്ന് നിൽക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു സാർ എന്നൊക്കെ പറഞ്ഞു. അയ്യോ ആ പെണ്ണിൻ്റെ മുഖം ഭയങ്കര ദയനീയത. അപ്പോൾ ശരവണൻ പൊക്കോളാൻ പറഞ്ഞു. ശരവണനെ പറഞ്ഞു വിട്ടു ഈ വക്കീൽ. എന്നിട്ട് നിരപരാധികളെ തല്ലാനും കൊല്ലാനുമുള്ള ലൈസൻസാണ്
ഈ പോലീസ് യൂണിഫോം എന്ന് നന്ദന എന്ന ഈ പെൺകുട്ടിയെ പോലെ ചിലരെങ്കിലും ധരിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വക്കീൽ അങ്ങ് സംസാരിക്കുന്നു. അങ്ങനെ പെൺകുട്ടികളുടെ ഈ ഒരു അതിക്രമ സ്വഭാവത്തെ തടയണമെന്നും നന്ദനയെ റിമാൻഡ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ വാദിച്ചു കഴിഞ്ഞപ്പോൾ നന്ദുവിന് സങ്കടം വന്നു കേട്ടോ. നന്ദു നിന്ന് കരയുക. അപ്പോൾ പോലീസ് ആകാനുള്ള പെൺകുട്ടിയാണ്, പോലീസുകാരെ ജനങ്ങൾക്ക് മാതൃകയാവുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു. സമൂഹത്തിനൊരു മാന്യതയുള്ളൊരു ചെറുപ്പക്കാരനെ ചുമ്മാ റോട്ടിലിട്ട് തല്ലി അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഭയങ്കര ഡയലോഗ്. അപ്പോൾ നമ്മുടെ നന്ദുവിനോട് ജഡ്ജി ചോദിച്ചു തൻ്റെ കേസ് ആരാണ് വാദിക്കുന്നതെന്ന്, വക്കീലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നന്ദു പറഞ്ഞു എൻ്റെ കേസ് ഞാൻ തന്നെയാണ് വാദിക്കുന്നതെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വക്കീലുള്ളപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു ജഡ്ജി. അത് കേട്ടപ്പോൾ നാളെ ഈ കേസിൽ നിന്ന് മുക്തയായാൽ ഞാൻ നിയമത്തോടൊപ്പം നിൽക്കേണ്ടവളാണെന്നും നിയമം സംരക്ഷിക്കേണ്ടവളാണെന്നും അതിൻ്റെ തുടക്കം എന്നുള്ള നിലയിൽ എനിക്ക് അഡ്വക്കേറ്റ് ഉണ്ടെങ്കിലും ഈ കേസ് എനിക്ക് തന്നെ വാദിക്കണമെന്നാണ് ആഗ്രഹമെന്ന് നന്ദു പറയുമ്പം ഓക്കെ ആയിക്കോട്ടെ നമ്മളെ ജഡ്ജി പറഞ്ഞു മക്കളെ. അങ്ങനെ നമ്മുടെ നന്ദു ഇറങ്ങി നിന്ന് അങ്ങോട്ട് വീശാൻ തുടങ്ങിയില്ല. അപ്പോഴത്തേക്കും നമ്മുടെ നയനെ നവി നീ എന്ത് കാണിക്കുന്നതെന്ന് അവിടെ ഇരുന്ന് ചോദിക്കാം. ധൈര്യമായിട്ടിരുന്നോളാൻ ചേച്ചിമാരോട് പറയാം. വേണുവിൻ്റെ ഒടപ്പ് തെറിപ്പിച്ചു. വേണുവിൻ്റെ എന്താ പറയണ്ടേന്ന് പോലും അറിയില്ല, അത്ര അന്തം വിട്ടിങ്ങനെ ഇരിക്കുക നമ്മുടെ വേണു. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് സാക്ഷി പറഞ്ഞ് രേണുവിനെ വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എനിക്ക് അനുമതി തരണമെന്ന് നന്ദു പറഞ്ഞു. അപ്പോൾ ശരി പ്രൊസീഡ് എന്ന് പറഞ്ഞു. അപ്പോൾ താങ്ക് യു ഓണർ എന്നും പറഞ്ഞ് നമ്മുടെ നന്ദു ഇങ്ങനെ നിൽക്കുന്നു. രേണുകയെ വിളിപ്പിച്ചു. അങ്ങനെ രേണുക ചേച്ചി ഇങ്ങനെ വരുവാണ്. രേണുക ചേച്ചി വന്നപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു നേരെ രേണുകയുടെ അടുത്തേക്ക് ചെല്ലുവാട്ടോ. അങ്ങനെ അവിടെ ചെന്ന് ഇങ്ങനെ നന്ദു രേണുകയെ ശരിക്കും നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ ജോലിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊരു ബ്യൂട്ടി പാർലർ നടത്തും. അന്ന് രേണുക പറഞ്ഞു ബ്യൂട്ടി പാർലർ മാത്രമാണോ അതോ മസാജ് സെൻറ്ററും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ രണ്ടും ഉണ്ടെന്ന് പറഞ്ഞു. 2023 സെപ്റ്റംബർ 5-ാം തീയതി അങ്ങനെ നമ്മുടെ നന്ദോടെ നിന്ന് പൊളിക്കാൻ തുടങ്ങിയില്ല. നമ്മുടെ മാരാർവാക്കിൽ ഇങ്ങനെ കൈയും കൊടുത്തു കേട്ടോ. ഭയങ്കര സെറ്റായി. അങ്ങനെ നമ്മുടെ നന്ദു അവിടെ ഇളക്കി മറിച്ച് പൊളിച്ചാണ് കേസ് അങ്ങോട്ട് വാദിക്കുന്നത്. അങ്ങനെ നമ്മുടെ മാരാർ വക്കീൽ കൊണ്ടുവന്ന് കൊടുത്ത സകല തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് നമ്മുടെ നന്ദു അവിടെ പൊളിച്ചെടുക്കാനായിട്ട് നിൽക്കുന്നത്. ഈ മണ്ടനും മണ്ടിമാരൊന്നും ഇതൊന്നും അറിഞ്ഞില്ലല്ലോ. നമ്മുടെ മാരാർ വക്കീലിൻ്റെ ആ ഒരു ധൈര്യവും തൻ്റെ ആ ഒരു കഴിവും വെച്ച് നമ്മുടെ നന്ദു അങ്ങ് കയറുവാണ്. 2023 സെപ്റ്റംബർ 5-ാം തീയതി ഫെദർ ടച്ച് എന്ന നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു പോലീസ് റെയ്ഡ് നടന്നില്ലേ എന്ന കാര്യം ചോദിക്കുക കേട്ടോ നമ്മുടെ നന്ദു. അപ്പോൾ വേണു ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുന്നുണ്ടേ. അപ്പോഴേക്കും നയനയും നവിയും ഹാപ്പിയായി. നടന്നില്ലേ എന്ന് നന്ദു ചോദിക്കുമ്പം അതെ നടന്നെന്ന് പറഞ്ഞു പെണ്ണ്. ആ സമയത്ത് അപ്പോഴാണ് ഇവർക്കൊന്ന് ശ്വാസം നേരെ വീണത്. അന്ന് ശരിക്കും എന്താ സംഭവിച്ചത് എന്ന് നന്ദു ചോദിച്ചു. നിങ്ങൾ ഉൾപ്പെടെ 4 സ്ത്രീകളെയും 2 പുരുഷന്മാരെയും പോലീസ് അറസ്റ്റ് ചെയ്തില്ലേ എന്ന് ചോദിച്ചു. ഈ പെണ്ണന്നേരം മിണ്ടാട്ടം മുട്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ, ഒന്നും മിണ്ടാനില്ല. നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒന്നും പോയ വഴി പോലും കണ്ടില്ല. അപ്പോൾ അന്ന് ആ കേസിൽ കോടതി നിങ്ങൾക്ക് ജാമ്യം അനുവദിച്ചില്ല. നിങ്ങൾ ഉൾപ്പെടെ 6 പേരും ജയിലിലേക്ക് പോയി. അതിനുശേഷം കേസ് അന്വേഷിച്ചപ്പോഴും വിധി നിങ്ങൾക്ക് തന്നെ എതിരായിരുന്നു എന്ന കാര്യം നമ്മുടെ നന്ദു പറയുക. അപ്പോഴാണ് നവിക്ക് എനിക്ക് ശ്വാസം നേരെ വീണത്. ഏതാണ്ട് 6-7 മാസം ജയിലിൽ കിടന്നതിന് ശേഷമല്ലേ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് എന്ന കാര്യം നന്ദു ചോദിച്ചു. അപ്പോൾ ശരവണനേഹ മേപ്പോട്ട് നോക്കി ഇരിക്കുക കേട്ടോ. അപ്പം നിങ്ങളെന്തോ ഒന്നും പറയാത്തത് എന്നാ രേണു എന്ന് പറഞ്ഞ പതിവ്രതയായ സ്ത്രീയോട് ജഡ്ജി ചോദിച്ചു. അത് പിന്നെ സാർ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ആ സമയം യുവർ ഓണർ ആ സംഭവം ഈ കേസുമായി എന്ത് ബന്ധമാണ് ഉള്ളത് എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ചോദിക്കുമ്പം ബന്ധം എന്താണെന്ന് വക്കീലിന് അറിയില്ലേ എന്ന് ചോദിച്ചു. സാക്ഷി പറയാൻ ഒരാളെ ഈ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അവർക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറോട് ചോദിച്ചു നമ്മുടെ ജഡ്ജി. ഇയാൾ ജമ്മിപ്പോയി. അങ്ങനെ അയാൾ പിന്നെ മിണ്ടാട്ടം മുട്ടി അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ. ആ സമയം പ്രൊസീഡ് എന്ന് പറഞ്ഞു. അപ്പോൾ താങ്ക് യു ഓണർ എന്ന് നന്ദു പറയുകയും ചെയ്തു. അതിനുശേഷം എന്താണ് ഫെദർ ടച്ചിൻ്റെ ഉടമയൊന്നും പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിലെഞ്ഞാരും മനഃപൂർവ്വം കുടിക്കിയതാണെന്ന് ആ പെണ്ണ് പറയുമ്പോൾ കുടിക്കിയത് മനഃപൂർവ്വം ആണെങ്കിലും അല്ലെങ്കിലും ശരി കോടതിയിൽ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തി ശിക്ഷിച്ചതാണെന്ന് നന്ദു അന്നേരം പറഞ്ഞു. അയ്യോ പണിപാളിയൊന്നും ഓർത്ത് വേണു അവിടെ ഇരിക്കുക കേട്ടോ. യുവർ ഓണർ എനിക്കൊരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്നും ഞാൻ നിരപരാധിയായ ഒരു യുവാവിനെ പൊതുനിരത്തിൽ വെച്ച് തല്ലിയെന്നും ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ ഇവിടെ തെളിയിക്കാൻ ശ്രമിച്ചത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയ ഒരു ക്രിമിനലിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണെന്നുള്ള കാര്യം നമ്മുടെ നന്ദു ഇങ്ങനെ പറയാം. എന്നും പറഞ്ഞിരിക്കുക വക്കീലും. അത്തരക്കാർ കാണാത്തത് കണ്ടെന്ന് പറയും, നടക്കാത്തത് നടന്നെന്നും പറയും. പിന്നെ രേണുവിന് പോകാം എന്നും പറഞ്ഞുകൊണ്ട് രേണുവിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ചമ്മി വിളറി നാറി വെളുത്ത പെണ്ണ് അങ്ങ് പോവുക. അതിനുശേഷം എനിക്കെതിരെ കേസ് തന്ന ശരവണനെ വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണമെന്ന് പറഞ്ഞു നന്ദു. അപ്പോൾ യെസ് പ്രൊസീഡ് എന്ന് പറഞ്ഞു. ശരവണനെ വിളിപ്പിച്ചു. ശരവണനും വന്നിങ്ങനെ നിൽക്കുവാണ്.
അങ്ങനെ ശരവണൻ ഇങ്ങനെ നെഞ്ചത്ത് കൈയൊക്കെ വെച്ച് ഭയങ്കര ഭവ്യതയോട് കൂടി വന്ന് നിൽക്കുക. അപ്പൊ ശരവണൻ ഒരു ഗുണ്ടയാണോ എന്ന് ചോദിച്ചു. അല്ല എന്ന് പറഞ്ഞു. നിരപരാധിയായ ആരുടെയും ദേഹത്ത് ശരവണൻ കൈവച്ചിട്ടില്ലേ എന്ന് നന്ദു ഇങ്ങനെ ചോദിക്കുക. ആ സമയത്ത് ശരവണൻ മിണ്ടുന്നില്ല, നിലത്തോട്ട് നോക്കി കുനിഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ, ഒന്നും മിണ്ടാൻ പറ്റാതെ. എന്താ ശരവണൻ ഒന്നും മിണ്ടാത്തത് എന്ന് നന്ദു ചോദിക്കുമ്പോൾ കാരണമില്ലാതെ ഞാൻ ആരുടെയും ദേഹത്ത് കൈവച്ചിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ കാരണം ഉണ്ടെങ്കിൽ കൈവയ്ക്കൂ അല്ലേ എന്ന് ചോദിച്ചു. ചില സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്ന് ശരവണൻ ഇങ്ങനെ പറയുക. അല്ല, ഇവിടെ ശരവണന് വേണ്ടി സാക്ഷി പറഞ്ഞ രേണു പറഞ്ഞത് വെറുതെ നടന്നുപോയ ശരവണനെ ഞാൻ തല്ലുകയായിരുന്നു എന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് രേണുക്ക് ഇങ്ങനെ ഉരുകാൻ തുടങ്ങി. കാരണമുണ്ടെങ്കിൽ പ്രതികരിക്കുന്ന ശരവണൻ പിന്നെന്താ അവിടെ പ്രതികരിക്കാതിരുന്നത് എന്ന കാര്യം ചോദിച്ചു. അപ്പം ഞാനത് പറഞ്ഞതാണല്ലോ എന്ന് ശരവണൻ നന്ദുവിനോട്. പെൺകുട്ടികളുടെ നേരെ എൻ്റെ കൈ പൊങ്ങില്ല എന്ന് പറയുമ്പോൾ ഇപ്പം സാക്ഷി പറഞ്ഞ രേണുവിനെ പോലെ ശരവണനും ജയിലിൽ കിടന്നിട്ടില്ലേ എന്ന് നന്ദു ചോദിച്ചു. അപ്പോഴേക്കും ഷോ എന്നും പറഞ്ഞുകൊണ്ട് വേണു ഇങ്ങനെ ഇരിക്കും കേട്ടോ. നമ്മുടെ നന്ദു പൊളിച്ചടുക്കുകയാണ് എല്ലാം കൂടി. അപ്പോൾ എടോ താൻ ജയിലിൽ കിടന്നിട്ടുണ്ടോന്നാ ചോദിച്ചതെന്ന് ജഡ്ജി ശരവണനോട് ചോദിക്കുമ്പം ഉണ്ടെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജഡ്ജി അതവിടെ കുറിച്ചും വെച്ചു. നന്ദു എന്തിനായിരുന്നു അത് എന്ന് ചോദിച്ചു കേട്ടോ. ആ സമയത്ത് ഇയാൾ കിടന്ന് ഉരുകുക. അത് പിന്നെ ഞാൻ എനിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന് വെള്ളം ഇറക്കുമ്പോൾ പോട്ടെ, ഈ പറഞ്ഞ രേണുവിൻ്റെ മസാജ് സെൻറ്ററിൽ നിങ്ങൾ സ്ഥിരമായിട്ട് പോവാറില്ലേ എന്ന കാര്യം ചോദിക്കുകയാണ് നന്ദു. അപ്പം ഇവനൊന്നും മിണ്ടാണ്ട് നിൽക്കുക. ഫെദർ ടച്ച് എന്ന മസാജ് സെൻറ്ററിൽ ക്യാമറ ഉണ്ട്. അതിൽ ശരവണൻ അവിടെ ചെന്നതായിട്ടാണ് കാണിക്കുന്നതെന്ന് പറയുമ്പം ഞാൻ 1-2 തവണ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. 1-2 തവണയല്ല, കഴിഞ്ഞ വർഷം എല്ലാ മാസവും 1-2 തവണ വെച്ച് താൻ അവിടെ പോയിട്ടുണ്ടെന്നുള്ള കാര്യം നന്ദു അന്നേരം പറയാം. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് അവിടെ ഇരിക്കുക കേട്ടോ. എന്ന് വെച്ചാൽ ഗുണ്ടായുസം അല്ലേ കയ്യിലുള്ളത്, തല്ലും പിടിച്ചുപറിയൊക്കെ കഴിഞ്ഞിട്ട് ശരീരം ഒന്ന് മിനുക്കാനായിട്ട് പോകുന്നതാണല്ലേ എന്ന് നന്ദു ചോദിച്ചു. അപ്പം ഞാനൊരു ഗുണ്ടയൊന്നും അല്ല, പിന്നെ ഗുണ്ട ആക്ട് പ്രകാരം കുറച്ച് നാൾ ജയിലിൽ കിടന്നതിൻ്റെ കാരണം എന്താണെന്ന് ശരവണനോട് നന്ദു ചോദിച്ചു. അത് പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇവനിങ്ങനെ ഇരിക്കുക. അപ്പം നമ്മുടെ ജഡ്ജിക്ക് നന്ദുവിൻ്റെ ആ ഒരു വാദം അങ്ങ് വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. അപ്പോഴത്തേക്കും അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് വേണു ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അതൊക്കെ പോട്ടെ, ഈ പറഞ്ഞ രേണുവായിട്ട് തനിക്ക് യാതൊരു പരിചയമില്ലെന്നല്ലേ താൻ പറഞ്ഞത്? സ്ഥിരമായി അവരുടെ മസാജ് സെന്ററിൽ പോകുന്ന താൻ എന്താ അവരെ കാണുമ്പോൾ കണ്ണു പൊത്തുമായിരുന്നോ എന്ന് നന്ദി ചോദിച്ചു. അപ്പൊ സൂപ്പർ കൊലക്കി എന്ന് നയനെ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുക. അങ്ങനെ നമ്മുടെ നന്ദു അവിടെ ഇട്ട് വലിച്ച് കീറി പപ്പടം പരുവാക്കി എല്ലാത്തിനെയും കൂടി. അങ്ങനെ നല്ല അടിപൊളി ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു ഇന്നത്തേത്. ഇനി നാളെ ഇതിൻ്റെ ബാക്കി കാണാനായിട്ട് കാത്തിരിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാൻ. അടുത്ത സൂപ്പർ ഹിറ്റ് എപ്പിസോഡുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.